തളർന്ന മന്ത്രവാദിയുടെ കളത്തിൽ വീണപ്പോ എന്റെ മരണം ഞാൻ ഉറപ്പിച്ചതാ. അയ്യോ, ആ സമയത്താണ് പാമ്പുകൾ വന്നത്. എന്റെ നേർക്കൊരു പാമ്പ് പോലും ചീറ്റുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല. എല്ലാ ശിവപെരുമാളിന്റെ അനുഗ്രഹം. നീ നിരവധി ആപത്തുകളിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞില്ലേ? ആ സ്ഥിതിക്ക് നിനക്ക് ജന്മങ്ങൾ പലതാണെന്ന് വേണം കരുതാൻ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ചേച്ചി, എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ത് ദുഷ്കർമ്മമായിരിക്കും ഭൈരവി മാമി ചെയ്യാനിരുന്നത്? കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പല ദുരാത്മാക്കളെയും ആവാഹിച്ച് കയറ്റി അവരെ അക്രമത്തിന്റെ വഴികളിലേക്ക് മനസ്സ് തിരിച്ചുവിടുന്ന പല ദുഷ്കർമ്മങ്ങളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഗ്യം, അതിനൊന്നും കുട്ടിയുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ മന്ത്രവാദിനിക്ക് സമയം കിട്ടിയില്ലല്ലോ. അതിന് നീ ശിവനെ സ്തുതിക്കുക. ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. ചേച്ചി എങ്ങോട്ട് പോകുന്നു? എന്റെ ഭർത്താവിന്റെ തറവാട്ടിലേക്ക്. ശിവകാമിയും മണിമേഖലയും എനിക്കൊന്ന് കാണണം. അവളൊക്കെ സർപ്പദംശനമേറ്റ് ഒടുങ്ങിപ്പോയോ അതോ ജീവിച്ചിരിക്കുന്നോന്നറിയണം. വേണ്ട ചേച്ചി, വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. അങ്ങനെ അങ്ങ് ഒതുങ്ങിക്കഴിയുന്നതും ബുദ്ധിയല്ല പൂങ്കുടി. ഇടയ്ക്ക് ഭർത്താവിന്റെ തറവാട്ടിൽ വന്നു പോകാനുള്ള മനസ്സ് മീനാക്ഷിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവളുമാര് മനസ്സിലാക്കട്ടെ. മന്ത്രവാദിനി പൂജ തുടങ്ങിയപ്പോ ആ പാമ്പുകൾ എങ്ങനെ വന്നു? മീനാക്ഷി മായാജാലത്താൽ പാമ്പുകളെ അയച്ചതാവോ ചേച്ചി? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ശിവകാമി. ആ പൂങ്കൊടി എന്ന ജന്തു കരഞ്ഞു വിളിച്ച് നമശിവായ ജപിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനിയും അവളുടെ മായാജലം കൊണ്ടാണോ പാമ്പ് വന്നത്? എന്തായാലും പാമ്പിന്റെ കടിയേൽക്കാതെ നമുക്കും കരികാലൻ അദ്ദേഹത്തിനും രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. മഹാഭാഗ്യം. ഭൈരവിയുടെ അവസ്ഥ എന്തായെന്ന് ഒരു രൂപവും ഇല്ലല്ലോ ശിവകാമി. മന്ത്രവാദിനിയും ഭൈരവിയും പാമ്പുകടിയേക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാവൂ. പൂങ്കുടിയുടെ അവസ്ഥ എന്താണ്? ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. നീ വീണ്ടും വന്നോ? ഇവിടെ കാലുകുത്താൻ നിനക്കെന്താ അവകാശം? എന്താ നിനക്ക് യോഗ്യത? കടക്ക് പുറത്ത്. ശോഭിക്കാതെ നാത്തൂനെ, ഞാൻ ഇവിടെ കുടിപാർക്കാൻ വന്നതൊന്നും അല്ല. വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ഉടനെ പൊക്കോളാം. ഇവിടെ നിന്നെ അറിയിക്കാൻ തക്ക വിശേഷങ്ങളൊന്നുമില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ഒരു വിശേഷമുണ്ട്. ഭൈരവിയുടെ തറവാട്ടിൽ നിങ്ങൾ കരികാലിനെയും കൂട്ടി പൂജയിൽ പങ്കെടുക്കാൻ പോയ വിശേഷം. കൊത്താനായി പുറകെ വരുന്ന പാമ്പുകളെ ഭയന്ന് നിങ്ങൾ ഏതെങ്കിലും ഘോരവനത്തിൽ ഓടിക്കയറിയോ കാട്ടുമൃഗങ്ങൾ കൊന്നു ഭക്ഷിച്ചോ എന്നൊക്കെ അറിയാനാ മീനാക്ഷി വന്നത്. നിർത്ത. ഞങ്ങളുടെ അന്ത്യം സംഭവിച്ചെന്ന് അറിയാനാണോ നീ വന്നിരിക്കുന്നത്? ദ്രോഹി, മഹാനീചയാ നീ. ഇനി ഇവിടെ നിന്നോ എന്റെ കൈകൊണ്ട് നിന്റെ അന്ത്യം സംഭവിച്ചിരിക്കും. കടക്ക് പുറത്ത്. കടക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും കണക്കുകൾ കൂട്ടിക്കഴിച്ചോ അല്ലേ നിങ്ങൾ രണ്ടുപേരും കരികാലിനെയും കൂട്ടി പൂജയ്ക്ക് പോയത്? ഒരു സാധു പെൺകുട്ടിയിൽ ദുഷ്കർമ്മം ചെയ്ത് കുറെ പേരുടെ ജീവിതം തകർക്കാമെന്ന നിങ്ങളുടെ സ്വപ്നം അമ്പെ പൊലിഞ്ഞിരിക്കുന്നു. പൂങ്കൊടി രക്ഷപ്പെട്ട് കുടിലിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഞാനിപ്പോ പോകുന്നു. എന്റെ ഭർത്താവ് തിരിച്ചെത്തുമ്പോ ഞാനും തിരിച്ചു വന്നിരിക്കും. എന്റെ കഴുത്തിൽ പച്ചയമ്മാൽ കെട്ടിയ ഈ താലി ഉള്ളിടത്തോളം കാലം ജീവിതാന്ത്യം വരെ ഞാൻ ഈ തറവാട്ടിൽ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞിരിക്കും. പുറത്തു പോകേണ്ടവർ പോയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് മഹാബലി ചക്രവർത്തിയുടെ കഥയിലേക്ക് കടക്കാം. ശതാബ്ദങ്ങൾക്ക് മുൻപ് നടന്ന കഥ. നീതിമാനും സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ മഹാബലി ചക്രവർത്തി സർവോപരി അഭയം പ്രാപിച്ചു വരുന്നവർക്ക് സ്വന്തം ജീവൻ പോലും ദാനം ചെയ്യാൻ തയ്യാറായ
മഹാത്യാഗിയായ മഹാബലി ചക്രവർത്തി. മഹാബലി തിരുമനസ് വിജയിക്കട്ടെ. മന്ത്രി, നമ്മുടെ രാജ്യത്ത് ജാതിമതഭേദമന്യേ എല്ലാ പ്രജകൾക്കും ക്ഷേമം പുലരണം. പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾക്ക് വസ്ത്രമോ അന്നമോ പാർപ്പിട സൗകര്യമോ ഇല്ലാതെ ഒരു പ്രജയും തെരുവിൽ അലഞ്ഞു നടക്കാൻ പാടുള്ളതല്ല. കൽപ്പന പോലെ അങ്ങനെ അലഞ്ഞു നടന്നവരെയെല്ലാം തിരഞ്ഞു പിടിച്ച് കൊട്ടാരം വക ധർമ്മസത്രത്തിൽ പാർപ്പിച്ചു കഴിഞ്ഞു. അവരെ വേണ്ട വിധത്തിൽ പരിപാലിക്കണമെന്ന് സത്രം സൂക്ഷിപ്പുകാർക്ക് കർശനമായ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. കാര്യേഷു മന്ത്രി എന്നാണ്. ഭരണാധിപൻ വിഭാവനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് സാക്ഷാത്കരിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത്. അടിയൻ അവിടുത്തെ അഭീഷ്ടങ്ങളൊക്കെ അടിയൻ നിർവിഘ്നം നടപ്പിൽ വരുത്തുന്നുണ്ട് മഹാരാജൻ. നന്നായി. രാജ്യപുരോഗതിയുടെ ഒരു സംക്ഷിപ്ത ചിത്രം നമുക്ക് കിട്ടണം. രാജ്യമെങ്ങും ജാതിമത ഭേദങ്ങളുടെ പേരിൽ അനിഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കള്ളം, ചതി, വഞ്ചന, അസഭ്യവാക്ക് ഇവയൊന്നും മഹാബലി ചക്രവർത്തിയുടെ രാജ്യത്ത് വാഴുന്നില്ല. വ്യാപാരികളുടെ പക്കലുള്ള അളവ് തൂക്ക ഉപകരണങ്ങളും പരിശോധന വിധേയമാക്കണം. കള്ളപ്പറയോ ഇടങ്ങഴിയോ നാഴിയോ ഒന്നും ഉപയോഗിച്ച് വ്യാപാരികൾ പ്രജകളെ കബളിപ്പിക്കരുത്. കൽപ്പന പോലെ അളവുതൂക്ക രംഗത്തും കൃത്യതയും വ്യക്തതയും നടപ്പിലാക്കി കഴിഞ്ഞു മഹാരാജൻ. മന്ത്രിയുടെ കാര്യക്ഷമതയിൽ സംതൃപ്തനാണ് നാം. 56 രാജ്യങ്ങളുടെ ഭരണമാണ് ഭഗവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജഗത്കാരണനായ ഭഗവാന് ബ്രഹ്മാവ് മുതൽ പിപീലിക വരെയുള്ള എല്ലാ ജീവജാലങ്ങളും സമന്മാരാണ്. ആ സമത്വഭാവന, ഐക്യം 56 രാജ്യങ്ങളിലും പുലരണമെന്ന അകമഴിഞ്ഞ പ്രാർത്ഥനയെ നമുക്കുള്ളൂ. കൽപ്പന പോലെ സൈന്യം പ്രജകൾക്ക് നേരെ ആയുധമെടുക്കാനുള്ള കൂട്ടമല്ല, ആത്മശാന്തി പരത്താനുള്ള കൂട്ടായ്മ എന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കണം. നിതാന്ത സമാധാനം. മനസ്സിലായോ? കൽപ്പന പോലെ. നാരായണ നാരായണ. പ്രണാമം ദേവ. പ്രണാമം ദേവർഷേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ദേവ, വ്യോമമണ്ഡലത്തിൽ മാത്രം ചുറ്റിക്കറങ്ങിയുള്ള ജീവിതം നമ്മെ വല്ലാതെ മനം മടുപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഭൂമണ്ഡലത്തിലേക്കൊരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാം. നന്നായി. ഇടയ്ക്കിടെ ഭൂമി ദേവിയുടെ സ്പർശമേൽക്കുന്നത് ആരോഗ്യദായകമാണെന്ന് ധരിച്ചാലും ഇക്കുറി ഭൂലോകത്ത് ആരെയാണാവോ ദേവർഷി ഉന്നമിടുന്നത്? നാരായണ നാരായണ. ആരുടെ ഉത്കർഷത്തെയാണാവോ കെടുത്താൻ പോകുന്നത്? ആരുടെയൊക്കെ ഉത്കർഷം കെടുത്തുന്നതിനും അപകർഷം വർദ്ധിപ്പിക്കുന്നതിനും നാരദൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെയും ഈ പ്രപഞ്ച സന്തുലനത്തിന് വേണ്ടിയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഭൂലോകത്തെ അസുര ചക്രവർത്തിയായ മഹാബലി ചക്രവർത്തിയുടെ സൽകീർത്തിയുടെ അലയൊലികൾ ഇങ്ങ് വ്യോമമണ്ഡലത്തിലും പ്രസരിക്കുന്നുണ്ടല്ലോ ദേവ. ആസുരജന്മത്തിനും സൽകീർത്തിയോ ഗംഗാധര? ഇക്കുറി മഹാബലി ചക്രവർത്തിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായിട്ടാണ് നാം ഭൂലോകത്തിലേക്ക് പോകുന്നത്. അവിടുത്തെ ദർശിച്ച് അനുഗ്രഹം വാങ്ങാനാണ് ഈ ആഗമനമെന്നറിയുക. പോയി വരൂ നാരദരെ. ഭൂലോകത്തിന്റെ ഭൂരിഭാഗവും പാപഭംഗിലമാണല്ലോ. അങ്ങയുടെ തൃച്ചേവടികൾ പതിഞ്ഞ് അവിടമെല്ലാം പാപവിമുക്തമാകട്ടെ. മംഗളം ഭവിക്കട്ടെ.
നാരായണ നാരായണ. നാരായണ 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 നാരായണ. നാരായണ നാരായണ. മഹാബലി ചക്രവർത്തിയെക്കുറിച്ചാണല്ലോ സംസാര വിഷയം. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ. മഹാബലി ചക്രവർത്തിയുടെ ഭരണം പുലരുന്ന ഈ നാട്ടിൽ വന്ന് പിറക്കാൻ കഴിഞ്ഞു തന്നെ മഹാഭാഗ്യം. ഇല്ലായ്മയും വല്ലായ്മയൊന്നും അറിയണ്ടല്ലോ. അതെ, ശരിയാ സുഹൃത്തെ. ഐശ്വര്യസമൃദ്ധവും സമാധാനപൂർണവുമായ ജീവിതത്തിന് പേര് കേട്ടുന്നത് ദേവേന്ദ്രന്റെ ദേവലോകമാണ്. പക്ഷേ മഹാബലി ചക്രവർത്തി വാഴുന്ന ഭൂലോകം ദേവലോകത്തെക്കാൾ മഹത്തരം എന്നായി ഇപ്പൊ പരക്കെയുള്ള അഭിപ്രായം. അസുര ചക്രവർത്തിയായ മഹാബലി ദേവചക്രവർത്തിയായ ഇന്ദ്രനെ വെന്നുകൊണ്ടേയിരിക്കുന്നു. വാസ്തവം. മാലോകർക്കെല്ലാം മഹാബലി ചക്രവർത്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഒരസുരൻ ദേവന്മാരെക്കാൾ കീർത്തി നേടുന്ന ചരിത്രം. നാരായണ നാരായണ. ഉടനെ എല്ലാ ദേശങ്ങളിലും മഹാബലി തമ്പുരാന്റെ എഴുന്നള്ളത്തുണ്ടാകൂന്ന് കേൾക്കുന്നു, പ്രജകളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ. ഇവിടെയും മഹാബലിയുടെ കാര്യമാണല്ലോ. ക്ഷേമത്തിനെന്താ ഒരു കുറവ്? എല്ലാ തറവാടുകളിലും എല്ലാം വേണ്ടുവോളം. ക്ഷേത്രങ്ങളിൽ പോയി ഒന്നിനു വേണ്ടിയും ഭഗവാനോട് യാചിക്കേണ്ട അവസ്ഥയില്ലല്ലോ. മഹാബലി തമ്പുരാനാണ് ഇന്ന് പ്രജകൾക്ക് കൺകണ്ട ദൈവം. ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ പൂജയും വഴിപാടുകളും നടക്കുന്നത് മഹാബലി ചക്രവർത്തിയുടെ പേരിലല്ലേ? ചക്രവർത്തിയുടെ ആയുരാരോഗ്യം തന്നെ ഏവരുടെയും പ്രാർത്ഥനാ വിഷയം. മഹാബലിയുടെ നാമം പ്രജകളിൽ നിന്ന് ഏറെ ഉയർന്നു കേട്ടു. ശ്രീ പരമേശ്വര എന്നൊരു പദം ആരും ഉച്ചരിച്ച് കേൾക്കുന്നുമില്ല. മഹാബലിയുടെ ഭരണം ഇങ്ങനെ പോയാൽ പ്രജകൾ ശ്രീ പരമേശ്വരനിൽ നിന്ന് അകലുമെന്ന് ഉറപ്പാണ്. ഈ ഭൂലോകത്ത് ആരാധനാമൂർത്തികൾക്കും ദേവന്മാർക്കും ഒരു സ്ഥാനവും ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല. ഈ അവസ്ഥ അപകടമാണല്ലോ നാരായണ. ഇത് തുടരാൻ അനുവദിക്കാൻ പാടില്ല തന്നെ. നാരായണ നാരായണ. നാരായണ നാരായണ. പ്രണാമം തിങ്കൾ കലാധര. പ്രണാമം ദേവർഷേ. നാരദർ ഭൂലോക യാത്രയ്ക്കായി നമ്മുടെ അനുമതിയും വാങ്ങി പോയതാണല്ലോ. എപ്പോൾ മടങ്ങിയെത്തി? മടങ്ങിയെത്തിയതേ ഉള്ളൂ. ഭൂലോകത്ത് എന്തൊക്കെയാണ് നാരദരെ വിശേഷങ്ങൾ? മഹാബലി ചക്രവർത്തി, ആ ഒരു വിശേഷം ഭൂലോകത്ത് വല്ലാതെ വിജൃംഭിച്ചു നിൽക്കുകയാണ് ദേവ. എത്രയോ ദിനങ്ങൾ നാം ഭൂലോകത്തിലൂടെ സഞ്ചരിച്ചു. മഹാദേവ എന്ന് ഉച്ചരിച്ചിരുന്ന പ്രജകളുടെ നാവിൽ ഇപ്പോൾ മഹാബലി എന്ന നാമധേയം മാത്രം. നാരായണ നാരായണ. മഹാബലിയുടെ സൽഭരണം, ദാനധർമ്മിഷ്ഠത, ഭൂതദയ, സത്യം,
ധർമ്മം, നീതി, സമത്വബോധം ഇവയെക്കുറിച്ചല്ലാതെ പ്രജകൾക്കും മറ്റൊന്നും പറയാനില്ല. ജനലക്ഷങ്ങളുടെ കണ്ണുകളും നാവുകളും ഒരേ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക, ഇത് അപകടമല്ലേ ഭഗവാനെ? വ്യക്തമാക്കൂ മഹർഷേ. മഹാബലിയുടെ ദേശത്തിപ്പോൾ മഹാദേവനില്ല. ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ സന്ദർശനമോ പ്രാർത്ഥനയോ വഴിപാടുകളോ ഒന്നുമില്ല. പ്രജകളുടെ ഭവനങ്ങളിലാണിപ്പോൾ ക്ഷേത്രം. അവിടുത്തെ ആരാധ്യ പ്രതിഷ്ഠയോ മഹാബലി ചക്രവർത്തിയും. മഹാബലി മൂലം മഹാദേവൻ വിസ്മൃതമാകുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഭഗവാനെ. മഹാബലിയെ എങ്ങനെയും അങ്ങ് നിഷ്പ്രഭനാക്കിയേ മതിയാകൂ. സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭൂലോകം മഹേശ്വര ശൂന്യം. നാരായണ നാരായണ. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? മഹാബലിയുടെ ജാജ്വല്യമാനമായ കീർത്തിശോഭയ്ക്ക് മങ്ങലുണ്ടാക്കുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ചാണോ? അല്ല മഹർഷേ, മഹാബലിയെ പരീക്ഷിക്കുന്നതിനോ ശക്തി ക്ഷയിപ്പിക്കുന്നതിനോ നമുക്കാവില്ലെന്ന് ധരിച്ചാലും. ആവില്ലെന്നോ? നാരായണ നാരായണ. അതിന്റെ ഹേതു കൂടി അരുളി ചെയ്താലും. നാരദരെ, മുജ്ജന്മത്തിൽ ഈ മഹാബലി ഒരു മൂഷികനായിരുന്നു. നമ്മുടെ ഒരു ക്ഷേത്രത്തിലായിരുന്നു ആ മൂഷികൻ വസിച്ചിരുന്നത്. മൂഷികനായ മഹാബലി നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് വേണ്ടി ഏറെ സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു എന്ന് ധരിച്ചാലും.